തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണമെന്നാണ് ആവശ്യം. അതേസമയം എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് ലാൻഡ് ക്രൂസർ പിടികൂടിയതിൽ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, കസ്റ്റംസിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? അനുജ, ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത്. പ്രധാനമായും ഈ വാഹനം പിടിച്ചെടുത്തത് നിയമവിരുദ്ധമാണ്. തന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുണ്ട്. 2024 ഒരു ഏജൻസി വഴിയാണ് താൻ ഈ വാഹനം വാങ്ങിയത്. അതിന്റെ മണി ട്രാൻസാക്ഷൻ, അതോടൊപ്പം തന്നെ മുൻ ഓണറിന്റെ വിശദാംശങ്ങൾ, അതെല്ലാം തന്റെ പക്കലുണ്ട്. ആ രേഖകളൊക്കെ തനിക്ക് വേണ്ടി മറ്റുള്ള ആളുകൾ, താൻ അവിടെ ഇല്ലായിരുന്നു, ആ ഘട്ടത്തിൽ മറ്റുള്ള ആളുകൾ കസ്റ്റംസിന് മുൻപാകെ കാണിച്ചിരുന്നു. പക്ഷെ അതൊന്നും പരിശോധിക്കാൻ അവർ തയ്യാറായില്ല. ഇത് പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്നു. അത് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത്. നിയമവിരുദ്ധമായാണ് ഈ വാഹനം പിടിച്ചെടുത്തുകൊണ്ട് പോയത്. അതുകൊണ്ട് ഈ വാഹനം വിട്ടുകിട്ടണം എന്നുള്ളതാണ് ദുൽഖറിന്റെ ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം കസ്റ്റംസ് കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ പേര് അനാവശ്യമായി പലയിടങ്ങളിലും വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട്. അത് തനിക്ക് വലിയ മാനഹാനി ഉണ്ടാക്കിയ തരത്തിലുള്ള കാര്യങ്ങളും ദുൽഖർ ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ ഈ വാഹനം വിട്ടുകിട്ടാൻ വേണ്ടി ഈ നടപടിയിലേക്ക് കടക്കണം എന്നാണ് ദുൽഖറിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഈ ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ നുങ്കൂറുമായി ബന്ധപ്പെട്ട് ആദ്യമായാണ് ഒരു ഔദ്യോഗികമായ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ തവണ ഈ കേസ് ഇഡി അന്വേഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിച്ചിരുന്നു. പക്ഷേ ഒരു ഹർജി ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പോൾ ദുൽഖറിന്റെ പേരിലാണ്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് തന്റെ പക്കലുള്ള ഡിഫൻഡർ വാഹനം അത് 2024 വാങ്ങിയതാണ്. അതൊരു ഏജൻസി മുഖാന്തരം വാങ്ങിയതാണ്. അതിന് കൃത്യമായ തെളിവുകളുണ്ട്, രേഖകളുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള ഇടപാടുകളും കള്ളക്കടത്ത് ഇടപാടുകളും നടന്നിട്ടില്ല. അതിന്റെ രേഖകളടക്കം സമർപ്പിച്ചുകൊണ്ടാണ് ദുൽഖർ ഇപ്പോൾ ഈ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഹർജി അടുത്ത ദിവസം തന്നെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം അദ്ദേഹം ഈ കസ്റ്റംസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഈ രേഖകൾ ഹാജരാക്കിയിട്ട് അത് പരിഗണിക്കാൻ പോലും കസ്റ്റംസ് തയ്യാറായില്ല. ഏതോ മുൻവിധിയോടുകൂടി വാഹനങ്ങൾ പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി കസ്റ്റംസ് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ദുൽഖർ ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത്. അനുജ, ഇതിലിപ്പോൾ മറ്റൊരു കാര്യം, ഈ മാഹിൻ അൻസാരിയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണല്ലോ. അത് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ലാൻഡ് ക്രൂസർ പിടികൂടിയതിലാണ് ഉടമയെ ചോദ്യം ചെയ്യുന്നത്. ഓപ്പറേഷൻ നംഖോറിലാണ് കസ്റ്റംസ് നടപടിക്കെതിരെ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിധേയമായാണ് ഡിഫൻഡർ വാങ്ങിയത്. എല്ലാ രേഖകളും ഉണ്ട്. ആ രേഖകൾ ഉൾപ്പെടെ അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. വാഹനം അതിവേഗം തന്നെ വിട്ടുകിട്ടാൻ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. അടുത്ത ദിവസം തന്നെ കോടതി ഈ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരമാണ് വിഷ്ണു സുരേഷ് നൽകിയത്. താൻ രേഖകളൊക്കെ സമർപ്പിച്ചതാണ്, പക്ഷേ അത് പരിശോധിക്കാൻ പോലും കസ്റ്റംസ് തയ്യാറായില്ല. മുൻവിധിയോടെയാണ് കസ്റ്റംസിന്റെ നിലപാട് എടുക്കലുണ്ടായത് എന്നതാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് തനിക്ക് അപകീർത്തികരമാണ് എന്നുകൂടി ദുൽഖർ സൽമാൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹർജിയിൽ ഗുരുതരമായ ആരോപണങ്ങൾ കസ്റ്റംസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ കോടതി ഈ ഹർജി പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്താകും കോടതി കൈക്കൊള്ളാൻ പോകുന്ന നിലപാട് എന്നുള്ളത് നിർണായകമാകും. കാരണം രേഖകൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.